ലോകകപ്പും കോപ്പയും ഫൈനലിസ്റ്റും നേടി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അർജന്റീന യൂറോയിൽ വിസ്മയക്കുതിപ്പ് നടത്തി ഒരു പതിറ്റാണ്ടിനിപ്പുറം കിരീടം സ്വന്തമാക്കിയ സ്പെയിൻ, ആതിഥേയരായ ഫ്രാൻസ്, ആഫ്രിക്കൻ കരുത്തുമായി മൊറോക്കോ. യൂറോ കോപ്പയ്ക്ക് ശേഷവും കാൽപന്താവേശം അവസാനിക്കുന്നില്ല. ഇനി പാരീസിലെ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ ആവേശപ്പകലിരവുകൾ. വിശ്വമഹാമേളയ്ക്ക് വെള്ളിയാഴ്ചയാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും മത്സരങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കും. ഫുട്ബോളിൽ ഇന്ന് അർജന്റീന മൊറോക്കോയെയും സ്പെയിൻ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. അണ്ടർ 23 ടീമുകളാണ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഇറങ്ങുന്നതെങ്കിലും 3 സീനിയർ താരങ്ങളെ ഓരോ ടീമിലും ഉൾപ്പെടുത്താനാകും. ഇത്തവണ ഒളിമ്പിക്സിൽ ബൂട്ട് കെട്ടുന്ന പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജൂലിയൻ അൽവാരസ്. കോപ്പയിൽ മുത്തമിട്ട അർജന്റീൻ ടീമിലെ പ്രധാനിയാണ് അൽവാരസ്. 24 വയസ്സ് പ്രായം. ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നണി പോരാളി. ലോക ഫുട്ബോളിൽ വിസ്മയക്കുതിപ്പ് നടത്തുന്ന അൽവാരസ് ആണ് ഒളിമ്പിക്സിലെ ഏറ്റവും ശ്രദ്ധേയ താരം. ലോകകപ്പും കോപ്പയും ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും അടക്കം ഇതിനകം രാജ്യത്തിനും ക്ലബിനുമായി സ്വന്തമാക്കിയത് 14 കിരീടങ്ങൾ. കഴിഞ്ഞ സീസണിൽ സിറ്റിക്കായി 36 മത്സരങ്ങളിൽ നേടിയത് 11 ഗോളുകൾ. അൽവാരസിനൊപ്പം ഖത്തർ ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന നിക്കോളസ് ഒട്ടമെന്റി, ഗോൾ കീപ്പർ ജെറോണിമോ ലില്ലി എന്നിവരാണ് മറ്റു സീനിയർ താരങ്ങൾ. 2014-ലും 2018-ലും ഒളിമ്പിക്സ് മെഡൽ നേടിയപ്പോൾ ടീം അംഗമായിരുന്ന ഹാവിയർ മെസറാനോ ഇത്തവണ ടീം പരിശീലകന്റെ റോളിലാണ്. കളിക്കാരനായും കോച്ചായും ഒളിമ്പിക്സ് മെഡൽ നേടാനുള്ള അവസരമാണ് മസറാനോക്ക് മുന്നിലുള്ളത്. 3ാം ഒളിമ്പിക്സ് മെഡലാണ് നീലപ്പട ലക്ഷ്യമിടുന്നത്. നിക്കോളസ് ഒട്ടമെന്റി. അർജന്റീൻ സീനിയർ ടീമിലെ വിശ്വസ്ത ഭടൻ നിക്കോളസ് ഒട്ടമെന്റിയും ഒളിമ്പിക്സ് ടീമിൽ കളത്തിലിറങ്ങും. കരിയറിലെ അവസാന കാലത്തിലൂടെ കടന്നുപോകുന്ന ഈ 36-കാരന് വേണ്ടി അർജന്റീൻ യുവനിരക്ക് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടണം. ലയണൽ മെസ്സിക്കായി ഖത്തർ ലോകകപ്പ് സ്വന്തമാക്കിയ കളിക്കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു ഈ വെറ്ററൻ താരം. ഇക്കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം ചൂടിയ അർജന്റീൻ ടീമിലും അംഗമായിരുന്നു. 2009 മുതൽ അർജന്റീൻ പ്രതിരോധ കോട്ട കാക്കുന്ന ഒട്ടമെന്റി ഇതുവരെ 117 മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത്. നിലവിൽ പോർച്ചുഗീസ് ക്ലബ് ബെനഫിക്കയ്ക്ക് വേണ്ടിയാണ് ഒട്ടമെന്റി കളിക്കുന്നത്. ഫെർമിൻ ലോപ്പസ്, പൗ കുബാർസി. യൂറോ ചാമ്പ്യന്മാരായതിന്റെ ആത്മവിശ്വാസവുമായാണ് സ്പെയിൻ പാരീസിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ് ഫൈനലിൽ ബ്രസീലിനോട് തോൽവിയേറ്റു വാങ്ങിയ സ്പാനിഷ് സംഘത്തിന് ആ വെള്ളി സ്വർണ്ണമാക്കേണ്ടതുണ്ട്. ബാഴ്സലോണ മിഡ്ഫീൽഡർ ഫെർമിൻ ലോപ്പസും ഡിഫൻഡർ പൗ കുബാർസിയുമാണ് ടീമിലെ പ്രധാനികൾ. യൂറോ കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും 21-കാരൻ ഫെർമിന് കളത്തിലിറങ്ങാൻ അവസരം ലഭിച്ചിരുന്നില്ല. 17ാം വയസ്സിൽ തന്നെ ബാഴ്സയിലെ പ്രധാന പ്രതിരോധ താരമായി ഉയർന്നു കഴിഞ്ഞ കുബാർസിക്ക് പരിക്ക് കാരണം യൂറോ ടീമിൽ ഇടം ലഭിച്ചിരുന്നില്ല. അഷ്റഫ് ഹക്കീമി. ഖത്തർ ലോകകപ്പിൽ അത്ഭുത പ്രകടനം നടത്തിയ മൊറോക്കോ ടീം ഒളിമ്പിക്സിലും ഇത് ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. PSG റൈറ്റ് ബാക്കായ 25-കാരൻ അഷ്റഫ് ഹക്കീമിയിലാണ് ടീമിന്റെ പ്രതീക്ഷ. അണ്ടർ 23 ആഫ്രിക്കൻ കപ്പ് ജേതാക്കൾ എന്ന നിലയിലാണ് മൊറോക്കോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. മുൻ താരം താരിഖ് സെക്തിയോറിയാണ് പരിശീലകൻ. മൈക്കിൾ ഒലീസ്, അലക്സാണ്ടർ ലക്കാസെറ്റ്. നാട്ടിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലിൽ കുറഞ്ഞതൊന്നും മതിയാകില്ല ഫ്രാൻസിന്. അതിനാൽ ഏറ്റവും മികച്ച ടീമിനെയാണ് രംഗത്തിറക്കുന്നത്. സൂപ്പർ താരം കിലിയൻ എംബാപ്പയെ തന്നെ കളത്തിലിറക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും റയൽ മാഡ്രിഡുമായി കരാറിലെത്തിയതോടെ എംബാപ്പെ അവസാന നിമിഷം പിന്മാറി. ഇതോടെ 33-കാരൻ അലക്സാണ്ടർ ലക്കാസെറ്റയാണ് ഫ്രഞ്ച് ടീമിനെ നയിക്കുന്നത്. ഫ്രഞ്ച് ലീഗിൽ ലിയോണിനായി ഗോളടിച്ചു കൂട്ടുന്ന താരം ഒളിമ്പിക്സിലും ഇത് ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 2017-ലാണ് ലക്കാസെറ്റെ അവസാനമായി സീനിയർ കുപ്പായത്തിൽ കളത്തിലിറങ്ങിയത്. നേരത്തെ ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലായും ബൂട്ട് കെട്ടിയിരുന്നു. ക്രിസ്റ്റൽ പാലസിനായി കഴിഞ്ഞ സീസണിൽ അത്യുഗ്രൻ പ്രകടനം പുറത്തെടുത്ത മൈക്കിൾ ഒലേസയാണ് ഫ്രഞ്ച് നിരയിലെ മറ്റൊരു ശ്രദ്ധേയ താരം. അടുത്തിടെ ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയ ഈ 22-കാരന്റെ പ്രകടനവും ആതിഥേയർക്ക് ഒളിമ്പിക്സ് സുവർണ്ണ മെഡലിലേക്ക് എത്താൻ നിർണായകമാകും. നബി കീറ്റ. ബുണ്ടസ് ലീഗ ക്ലബ്ബ് വേർഡർ ബ്രമന്റെ മധ്യനിര താരം നബി കീറ്റയുടെ നേതൃത്വത്തിലാണ് ഗ്വിനിയ ഇത്തവണ ഒളിമ്പിക്സിൽ പന്ത് തട്ടുന്നത്. 2018-23 സീസണിൽ ലിവർപൂളിനായി കളത്തിലിറങ്ങിയിരുന്നു ഈ താരം. ഗ്വിനിയക്കായി ഇതുവരെ 12 ഗോളുകളാണ് സ്കോർ ചെയ്തത്. ഇത് 2ാം തവണയാണ് ഗ്വിനിയ ഒളിമ്പിക്സ് ഫുട്ബോളിൽ പന്തട്ടുന്നത്. പാരഗ്വേ താരം ജൂലിയോ എൻസിസോ, US-ന്റെ മിൽസ് റോബിൻസൺ, കെവിൻ പാരഡൈസ്, അർജന്റീൻ മിഡ്ഫീൽഡർ തിയാഗോ അൽമാഡ. ലോക കായിക വേദികൾ വരവറിയിക്കാൻ കൗമാര താരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ആ വിസ്മയ കുതിപ്പുകൾക്കായി കാത്തിരിക്കാം.